ഹായ്, വെറും 10 മിനിറ്റിൽ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.25 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്ലാസ്സിൽ വേണമെങ്കിലും അളന്നെടുക്കാം. ഒരു 4 ഏലക്ക കൂടി ഒന്ന് തല്ലിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഒന്ന് കയ്യിൽ ഒന്ന് സ്റ്റിക്കി ആവുന്ന പാകം വരെ തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഒന്ന് സ്റ്റിക്കി ആയാൽ മതി, നൂൽപ്പരുവൊന്നും ആവണ്ട. ഇതിനി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ജിലേബി തയ്യാറാക്കി എടുക്കാനുള്ള എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാവ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഇനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു ചെറിയ പാക്കറ്റ് ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ലെമൺ ഫ്ലേവർ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുത്താൽ മതി. 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. ആ ഒരു പാകത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കേണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കട്ടകളില്ലാതെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും കവറിലോ ഒഴിച്ചിട്ടും ഇതുപോലെ ഒന്ന് സൈഡ് കട്ട് ചെയ്തിട്ട് പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും കുറച്ചൊന്ന് ക്രിസ്പി ആവുന്ന രീതിയിൽ ഫ്രൈ ആക്കിയിട്ട് ആ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ജിലേബി ഫ്രൈ ആക്കിയിട്ട് ഷുഗർ സിറപ്പിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കണം. ആ സമയത്ത് ഷുഗർ സിറപ്പിന് ഒരു ചെറിയ ചൂടുണ്ടാവണം. ഒരുപാട് തിളച്ച ചൂടിലല്ല, ഒരു ചെറിയ ചൂടിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം ഈ ജിലേബി ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അത് ആ ഒരു സിറപ്പിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ജിലേബി എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു സൈഡിൽ ഇത് ഫ്രൈ ആക്കിയിട്ട് ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് ബാക്കിയുള്ളത് ഫ്രൈ ആക്കിയിട്ട് ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ആദ്യം ഇട്ടത് എടുത്ത് മാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതിന് കൂടുതലായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ. നമുക്കൊരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ജിലേബി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള മാവിനെല്ലാം ഞാൻ ഇതുപോലെ അങ്ങ് ഫ്രൈ ആക്കിയിട്ട് ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു ചൂട്, ചെറിയൊരു ചൂടുണ്ടായിരുന്നതൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഈ ഒരു ജിലേബി ഫ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് കുറച്ചൊന്ന് തണുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. ഒരുപാട് ചൂടാവരുത്, ഒന്ന് വാമാക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ളതും ഫ്രൈ ആക്കി ഇട്ടിട്ട് നന്നായിട്ട് ജിലേബി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത്രയും അളവിൽ ഈ 1 കപ്പ് മൈദ വെച്ചിട്ട് ഞാൻ ഇത്രയും ജിലേബി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടൊരു 10 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ജിലേബി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൽ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ട് നല്ല പോലെ തന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ജിലേബി പോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ജിലേബി പോലെയല്ല. 2 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് ഡ്രൈ ആയ പോലെ വരും. എന്നാലും നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്